കർത്താവ് നിങ്ങളോട് കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, തിരുവചനങ്ങൾ 34 മുതൽ. അക്കാലത്ത് അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റൻ പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, എല്ലാ സുവിശേഷങ്ങളും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച കാര്യം. നമുക്ക് വളരെ പരിചിതമായൊരു സുവിശേഷ ഭാഗമാണ്. കഴിഞ്ഞ ഞായറാഴ്ച കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. ഇന്ന് മറ്റിടങ്ങളിൽ അവരദനഹ തിരുനാൾ, കർത്താവിനെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയ തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നുണ്ട്. ഈശോയെ നമ്മുടെ ജീവിതത്തിൽ പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആരാണ് കർത്താവെന്നും കർത്താവിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണമെന്നും ഒക്കെ സുവിശേഷം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഈശോയെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയാണ് ആ വിശ്വാസം ജീവിക്കേണ്ടത്? പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ബലിയായി എനിക്ക് തന്നു. ആ കർത്താവ് എനിക്ക് വേണ്ടി പാപത്തിന് മരിച്ച് ബലിയായി. എൻ്റെ എല്ലാ പാപത്തിനു വേണ്ടിയും കർത്താവ് മരിച്ച് ഞാൻ നഷ്ടപ്പെടുത്തിയ എൻ്റെ ദൈവപുത്ര സ്ഥാനം അവിടെ നിന്ന് എനിക്ക് വീണ്ടെടുത്ത് തന്നു. ഇനി ചോദ്യം ഇതാണ്, നമുക്ക് ലഭിച്ച ഈ ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിൽ, നമ്മൾക്ക് നൽകപ്പെട്ട ദൈവപുത്ര സ്ഥാനത്തിൻ്റെ ആഴത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അറിയാം, ശിഷ്യന്മാരും ഒരു വല്ലാത്ത ക്രൈസിസിലൂടെ കടന്നു പോവുക. കർത്താവ് വചനം പ്രഘോഷിച്ചു, ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയായി. ഒത്തിരിയേറെ ആളുകളുണ്ട്, അവർക്ക് കൊടുക്കാൻ അവരുടെ കയ്യിൽ ഭക്ഷണമില്ല. സ്വാഭാവികമായിട്ട് നല്ല മനസ്സുള്ള ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് അവർ പോയി എന്തെങ്കിലും കഴിക്കട്ടെ, കുറേ നേരമായില്ല, അവർ വിശന്നിരിക്കുവാണ്. വിശന്നിരിക്കുമ്പോൾ ഇനി അവരുടെ തലയിലോട്ടൊന്നും കയറത്തില്ല. നല്ല കാര്യം. പക്ഷേ കർത്താവ് അവർക്ക് നൽകുന്നൊരു വെല്ലുവിളി ഇതാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവേൻ. ശിഷ്യന്മാർക്കറിയാം അവരെ കൊണ്ട് ഇത് നടക്കത്തില്ല. കാരണം 5000 പുരുഷന്മാരെന്ന് പറയുമ്പോൾ തന്നെ ബാക്കി എല്ലാവരെയും കൂട്ടിയില്ല, മിനിമം ഒരു 10,000-15,000 പേര് വരുമായിരിക്കാം. ഇവർക്കെല്ലാം എങ്ങനെ ഭക്ഷിക്കുവാൻ കൊടുക്കും? അവർക്കറിയത്തില്ല. അവരിങ്ങനെ ആശങ്കയോടെ നോക്കുകയാണ്. കർത്താവ് 200 ദനാറ് കൊടുത്താൽ പോലും ഇവർക്കുള്ള ഭക്ഷണം തികയത്തില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പല ക്രൈസിസുകൾ, പല ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ, ചാലഞ്ചസ്, ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈപ്പിടിയിലല്ല. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ചില സാഹചര്യങ്ങൾ നമ്മളെക്കാളും വലുതാണ്. എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. ഞാനിതിന് എന്നാ ചെയ്യും? ചിലപ്പോൾ അതൊരു പരീക്ഷയായിരിക്കാം, ചിലപ്പോൾ അതൊരു ഇൻ്റർവ്യൂ ആയിരിക്കാം, ചിലപ്പോൾ അത് എന്തെങ്കിലും നഷ്ടപ്പെട്ട, ജോലി നഷ്ടപ്പെട്ട, സാമ്പത്തികമായി എന്തെങ്കിലും നഷ്ടം സംഭവിച്ച ഒരു സമയമായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾക്കുണ്ടെന്ന് നമ്മൾ കരുതിയ പലതും കൈവിട്ടു പോയ കാര്യങ്ങളായിരിക്കാം, സമയങ്ങളായിരിക്കാം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഞാൻ എന്നാ ചെയ്യും? ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടത്. നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അല്ലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ പലപ്പോഴും നമ്മുടെ ശക്തിയിലേക്ക്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിലേക്കാണ് നോക്കുന്നത്. അയ്യോ കർത്താവേ എനിക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയടാ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല,
എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ കഴിവുള്ളൂ, എൻ്റെ ഇത്രയൊക്കെ കാശുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ സമ്പാദ്യമുള്ളൂ. ഇവിടെ എല്ലാം നമ്മൾ നോക്കുന്നത് നമ്മുടെ കഴിവിലേക്കാണ്. നമ്മുടെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്. നമ്മൾ ആരും അപരിമേയമായ ശക്തിയുള്ളവരല്ല. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൈവശം എന്തുണ്ട്? ഒന്നും ചെയ്യാൻ പറ്റാത്തവരല്ല നമ്മൾ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൈവശം എന്തുണ്ട്? ഒരു 5 അപ്പവും 2 മീനും ഉള്ളൂ, അത് മതി. കർത്താവ് പറയണം, അത് മതി, അത് നിങ്ങൾ എനിക്ക് തരിക. അവർ ആ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. കർത്താവ് ആ 5 അപ്പവും 2 മീനും വെച്ച് ആ ജനങ്ങളെ മുഴുവനും ഊട്ടി. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകും. നമുക്ക് തോന്നുവാണ്, ഇതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, ഇതെല്ലാം കയ്യിൽ നിന്ന് പോവുകയാണ്, ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇനി ജീവിതത്തിൽ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല, ഇതുപോലൊരു ഞാൻ അത്രയും അടിയിൽ പോയി, ഞാൻ അത്രയ്ക്കും തോറ്റുപോയി, എനിക്ക് അത്രയും നഷ്ടം സംഭവിച്ചു, അല്ലെ കൂടെ നിന്നവരൊക്കെ എന്നെ പറ്റിച്ചു, വഞ്ചിച്ചു, അതല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് ചോദിക്കുകയാണ്, നിനക്കില്ലാത്തതും നിൻ്റെ കഷ്ടപ്പാടിലേക്ക് നോക്കാതെ നിനക്കുള്ളതും നിനക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നതും എന്താണെന്ന് ചിന്തിക്കുക. നീ എന്ത് ദൈവത്തിന് കൊടുക്കുന്നോ അതിനെ ദൈവം ആശീർവദിക്കുന്നുണ്ട്. അതിനെ ദൈവം ആശീർവദിച്ച് ആ സാഹചര്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്യുന്നുണ്ട്. പിതാവായ ദൈവം ഈശോയെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്, പ്രിയമുള്ളവരെ, അവിടുന്ന് നമുക്ക് നൽകിയ കർത്താവിൽ നിത്യജീവനുണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവിൽ നമ്മൾ ആശ്രയിക്കുവാനാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെയാണ് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത്. എന്നെ ശക്തനാക്കുന്നവനില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യോഹന്നാൻ 15 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പേടിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഭയങ്കരമായ ആകുലതകളിലൂടെയും വിഷാദത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്നത്? കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകാൻ കാരണം ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന കർത്താവ്, എൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവ്, ആ കർത്താവിനെ കുറിച്ച് എനിക്ക് ബോധ്യമുള്ളപ്പോൾ എൻ്റെ മുൻപിൽ നിൽക്കുന്നതൊന്നും എനിക്ക് തടസ്സമല്ല. ചെങ്കടൽ എനിക്ക് മുമ്പിൽ വഴി മാറും, പാറയിൽ നിന്ന് പോലും നീരുറവ പൊട്ടിപ്പുറപ്പെടും, എനിക്ക് മുമ്പിൽ ഒന്നും അസാധ്യമായിരിക്കുകയില്ല. അതാ പൗലോസിലേക്ക് പറഞ്ഞത്, എങ്ങനെ വേണേലും ജീവിക്കാൻ ഞാൻ പഠിച്ചു, എങ്ങനെ വേണേലും എനിക്ക് ജീവിക്കാം. കർത്താവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ, കർത്താവ് എൻ്റെ കരം പിടിക്കുമ്പോൾ, കർത്താവിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ എല്ലാം എൻ്റെ മുൻപിൽ സാധ്യങ്ങളായിട്ട് മാറും, ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറും, വാതിലുകളായിട്ട് മാറും. ഈശോയിൽ എന്നെ കേൾക്കുന്ന സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു സംഭവത്തിൽ കർത്താവ് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ കർത്താവ് ആവശ്യപ്പെടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ്: നിന്നിലേക്ക് നോക്കി സങ്കടപ്പെടാതെ, പേടിക്കാതെ, ആകുലപ്പെടാതെ, ഇന്നുള്ളതും നാളെ നഷ്ടപ്പെടുന്നതുമായ നമ്മുടേതായ ലിമിറ്റഡ് പവർ, അതൊരു പക്ഷേ പല കാര്യങ്ങളാവാം, അതിലേക്ക് നോക്കി അഹങ്കരിക്കാതെ ദൈവത്തിലേക്ക് നോക്കുക, കർത്താവിൻ്റെ കരം പിടിക്കുക. അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഒന്നും അസാധ്യമല്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇന്ന് ഈ ദിവ്യബലിയിലായിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. എന്തിനെക്കുറിച്ചാണ് ഞാൻ സങ്കടപ്പെടുന്നത്? എന്തിനെക്കുറിച്ചാണ് ഞാൻ ആകുലപ്പെടുന്നത്? എന്താണ് എന്നെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്? എന്താണ് എന്നെ ഇപ്പോൾ കൺഫ്യൂസ് ചെയ്യുന്നത്? എന്താണ് എന്നെ ഇപ്പോൾ വല്ലാതെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നത്? എനിക്ക് ഇത്രയും പ്രഷർ തരുന്ന, സ്ട്രെസ്സ് തരുന്ന, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ജീവിതത്തിലെ വെല്ലുവിളികൾ ഏതാണെന്ന് ചിന്തിച്ച്, എന്നിട്ട് രണ്ടാമത് ഞാൻ ഇതിൻ്റെ മീതെ കർത്താവ്, ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ കർത്താവിന് കൊടുക്കുന്നുണ്ടോ? കർത്താവെ, എൻ്റെ കയ്യിലുള്ള പ്രോബ്ലം ഇതാണ്, പ്രശ്നം ഇതാണ്, എൻ്റെ ബുദ്ധിമുട്ട് ഇതാണ്, എനിക്ക് നിൻ്റെ കയ്യിലേക്ക് തരണം, ഇത് മാത്രമേ ഉള്ളൂ എന്ന് 5 അപ്പവും 2 മീനും കൊടുത്തതുപോലെ ഈ പ്രശ്നങ്ങളെടുത്ത് കർത്താവിൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കുന്നുണ്ടോ? എന്നിട്ട് ഞാൻ മാറി നിന്ന്, കർത്താവെ, ഇതുകൊണ്ട് നീ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നുണ്ടോ? കർത്താവ് പ്രവർത്തിക്കട്ടെ, ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവർ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കർത്താവിൻ്റെ കയ്യിലേക്ക് തരുന്നു. രോഗമായിക്കൊള്ളട്ടെ, ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, പരാജയമായിക്കൊള്ളട്ടെ, നഷ്ടമായിക്കൊള്ളട്ടെ, മാനസിക സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളുമായിക്കൊള്ളട്ടെ, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവമേ, എനിക്കുള്ളതും എനിക്ക് തരാൻ പറ്റുന്നതുമായ എല്ലാം ഞാൻ തരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്: കർത്താവിനെ ഏൽപ്പിക്കുക. ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് കർത്താവിനോട് പറയുന്നു, ഈശോയെ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്ന കർത്താവെ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെടുത്ത് അതിനെ ആശീർവദിക്കണമേ, അതിനെ ആശീർവദിച്ച് അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ, കണ്ണുനീര് ആനന്ദമായിട്ടും അനുഗ്രഹമായിട്ടും മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.